ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പിന്നെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. അതായത് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ അതിൽ ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കലക്കി വെച്ച് ദോശക്കുള്ള ചട്ടി അടുപ്പത്ത് വെക്കാണ്. അപ്പോൾ ഫ്രൈ പാനാണ് അതിൻ്റെ പിടിയൊക്കെ പൊട്ടിയ കാരണം കൊണ്ട് ഞാനത് അടുപ്പത്താണ് വെക്കാറ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ പറമ്പൊക്കെ ഉള്ള കാരണം കൊണ്ട് കത്തിക്കാൻ വിറകിനൊരു ക്ഷാമവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറമ്പിൽ നിന്ന് ഓലയും മടലും പിന്നെ കൊതുമ്പൊക്കെ എടുത്ത് കൊടുന്ന് അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമാകുമ്പോഴത്തേനും ദോശയൊക്കെ ആയിരിക്കണം. അപ്പോൾ അടുപ്പത്ത് ചുട്ടു എന്ന് എഴുതിയിട്ട് ഫ്രൈ പാനല്ലേ എഴുതി അതും അങ്ങനെ കരിയൊന്നും പിടിക്കില്ലല്ലോ. പിന്നെ ചെറുതായിട്ടൊരു ഇതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴുകിയെടുക്കല്ലേ വേണ്ടുള്ളൂ. പിന്നെ അതുമല്ല ഗ്യാസ് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല ഈ വിറകുള്ള കാരണം കൊണ്ട്. അപ്പോൾ കുട്ടികളവിടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടാളും അവിടെ ഒരുങ്ങുന്നുണ്ട്. ഇക്ക കടയിൽ പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള പണികളും നോക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പോത്തുകളെ വളർത്തുന്നുണ്ട്. അപ്പോൾ 3 പോത്തുകളുണ്ട്. അവർക്കുള്ള തീറ്റ കൊടുക്കലും അങ്ങനെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പര് കടയിലേക്ക് പോവാറ്. അപ്പത്തേനും ദോശ റെഡി ആവണം. അങ്ങനെ അതൊക്കെ സെറ്റായി. പിന്നെ ദോശയിലേക്ക് ഞാൻ ചട്നി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. സാധാരണ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല. മോൾക്കൊരു 7:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. കാരണം ഞങ്ങളിവിടെ മാഞ്ചറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പാലൊക്കെ പൊട്ടിയിട്ട് കിടക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ബൈക്ക് കാർ അങ്ങനെയൊക്കെ പോവുള്ളൂ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ബസ്സിന് അവൾ പോയിക്കോളും. അതുവരെയൊക്കെ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മോനും പോവും. അവനവിടെ അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് പോവാറ്. അവന് പിന്നെ കൂട്ടുകാരനും കൂടിയിട്ടുള്ള കാരണം കൊണ്ട് ഏതെങ്കിലും ചെക്കന്മാരെ കിട്ടി അവർ ലിഫ്റ്റ് അടിച്ചിട്ടെങ്കിലും പോയിക്കോളും. അവൻ പുത്തമ്പള്ളി MTM കോളേജിലാണ് പഠിക്കണത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ പോയി. പിന്നെ ഇക്ക ചായ പിടിച്ച് ഇക്കയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്കയും പോയി. മോളെ കൊണ്ടാക്കണ ആ ഒരു ഇതിൽ ഇക്കയും അവളെ അവിടെ ആക്കി കൊടുത്തതിന് ശേഷം ബസ് കയറ്റിയതിന് ശേഷം മൂപ്പരും പോവലാണ് കേട്ടോ. അങ്ങനെ കടയിൽ പോവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് വാതിലൊക്കെ അടച്ച് ഇങ്ങോട്ട് പോന്നപ്പോഴാണ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് തുറന്ന് നോക്കുമ്പോൾ ഇക്ക റേഷൻ കടയിൽ നിന്ന് അരിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന ദിവസമാണെന്ന്. അപ്പോൾ മൂപ്പരിന്ന് പോയിട്ട് അതൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവിടെ മുമ്പാരി തന്നെ വെച്ചിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ കയറാൻ നിന്നിട്ടില്ല. അപ്പോൾ അതെടുത്ത് കൊടുന്ന് വെക്കട്ടെ. അപ്പോൾ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് വാതിലടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാതിലടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെയാണ് കേട്ടോ. അരിയും പിന്നെ 2 പാക്കറ്റ് ആട്ടപ്പൊടിയും മാത്രമേ ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ അവിടെ എന്തൊക്കെ കിട്ടും? നീലക്കാടുള്ളവർക്ക് മണ്ണെണ്ണ ഒന്നും കിട്ടില്ല തോന്നുന്നുണ്ടല്ലേ. 2 മാസം മുന്നേ ഇതുപോലെ മണ്ണെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പാക്കറ്റ് ആട്ടപ്പൊടി ഞാൻ പൊട്ടിച്ചിട്ട് ഡബ്ബയിലാക്കി വെക്കണില്ല. കാരണം അത് 5 കിലോൻ്റെ ഒരു ഡബ്ബയാണുള്ളത്. അതിൽ ഫുള്ളായിട്ട് ആട്ടപ്പൊടി ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു. അരി ഇട്ടക്കണ പാത്രം ഒരു നനവില്ലാത്തൊരു ടർക്കി കൊണ്ട് അതൊന്നും ഇങ്ങോട്ട് തുടച്ച് ഉള്ളിൽ നല്ലോണം ഞാൻ തുടച്ചെടുത്തിട്ട് അതിലിട്ട് വെക്കാറാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് പുറത്തൊക്കെ പൊടിയും ഇതൊക്കെ പിടിക്കുമ്പോഴേ ഒന്ന് കഴുകിയിട്ട് വെയിലത്തൊക്കെ വെക്കാറുള്ളൂ. അതല്ലാത്തപ്പോൾ നല്ല ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചാൽ തന്നെ വൃത്തിയാവും. പിന്നെ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ അരി നാശമാവില്ല. അരിയൊക്കെ പാത്രത്തിലിട്ട് വെച്ച് പിന്നെ സിറ്റ് ഔട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അടിച്ചു വാരലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സിറ്റ് ഔട്ട് അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് വേണം ചോറിൻ്റെ കറിയും കൂട്ടാൻ്റെ പണിയൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അടിക്കലും ഒക്കെ കഴിക്കും. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും തുടക്കണില്ല. എന്താണെന്ന് വെച്ചാൽ എന്നൊന്നും തുടക്കാറില്ല. ഒരു 1-1.5 തുടക്കാറുള്ളൂ. എന്നാലും സിറ്റ് ഔട്ട് ഡെയിലി തുടക്കും കേട്ടോ. കാരണം നന്നായി പൊടി പിടിക്കുന്ന സ്ഥലമല്ലേ. പിന്നെ അടുക്കളയിലും വാഷിംഗ് മെഷീൻ ഇട്ടുകൊടുത്തും ഒക്കെ തുടക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഈ വിറകും ചകിരിയൊക്കെ ഞാൻ കൊടുന്ന് വെക്കുന്ന കാരണം കൊണ്ട് അവിടെയൊക്കെ
നന്നായി പൊടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ദിവസം തുടക്കും. ബാക്കിയുള്ളിടത്തൊക്കെ ഒന്നരാടെ തുടക്കാറുള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അടിച്ചു വരാനും തുടക്കാനൊക്കെ നിൽക്കുക. അപ്പത്തിനൊക്കെ ഒരുവിധം വെയിലായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ നിൽക്കാനേ പറ്റില്ല. നമുക്ക് നല്ല എന്താ പറയുക, നമുക്കൊരു കോഴിമുട്ട കൊണ്ടുപോയിട്ട് ഉടച്ച് വീഴ്ത്തിയാൽ അത് ബുൾസൈ ആയി മാറുമെന്ന് പറഞ്ഞ പോലത്തെ അത്രയും ചൂടാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല. കഴിയുന്നതും നമ്മൾ ഒന്നെങ്കിൽ രാവിലെ തന്നെ എണീറ്റിട്ട് അടിച്ചു വാരുകയാണ് നല്ലത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകമൊക്കെ അടിക്കാനൊക്കെ നിന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ മക്കൾ പോകുമ്പോൾ അവരവരുടേതായ 2 റൂമും പുതപ്പൊന്ന് മടക്കി വെക്കും, തലയണൊന്ന് നേരെ വെക്കും എന്നല്ലാണ്ട് വേറൊന്നും അവർ അങ്ങനെ ചെയ്യാനും അവർക്ക് സമയമില്ല. അതും കഴിഞ്ഞ് അടുപ്പിൽ തീ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചോറും പിന്നെ കറിയൊക്കെ അടുപ്പത്ത് തന്നെ വെക്കാറ് കേട്ടോ. എന്തെങ്കിലും തൂമിക്കാനോ അല്ലെങ്കിൽ കുക്കർ ഉപയോഗിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഞാൻ ഗ്യാസ് ഉപയോഗിക്കാം. ഇതൊരു നമുക്ക് പാലട പായസം കിട്ടിയിരുന്നില്ലേ നമ്മൾ ഓണത്തിനൊക്കെ, ആ പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റ് അളന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 നേരത്തിനുള്ള ചോറാവും. പിന്നെ മോനാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചോറ് തന്നെ വേണം. വേറെ അങ്ങനെ മിച്ചറോ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള കടികളൊന്നും അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ. ചായ കുടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അവന് സ്കൂൾ വിട്ട് വന്നാൽ നേരെ ഭക്ഷണം കിട്ടേണ്ടത് ചോറില്ലമ്മ ചോദിച്ചിട്ടാണ് വരിക. പിന്നെ ഇവിടെ എപ്പോൾ മീൻ മേടിച്ചാലും മീൻ മത്തി അല്ലാത്ത അല്ലെങ്കിൽ മാന്തൾ അതൊക്കെ അല്ലാത്തതൊക്കെ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഞാൻ കറി വെക്കാറ്. തേങ്ങ അരച്ചിട്ട് പോലും കറി വെക്കണത് ഇവിടെ മോനിക്കോ അല്ലെങ്കിൽ ഇക്കാക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ തക്കാളി ജ്യൂസ് അടിച്ചിട്ടാണ് ഞാൻ ഒഴിക്കാറ്. ജ്യൂസ് അടിക്കാണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ ഈ കറിയിൽ കച്ചറ കിടക്കുന്ന പോലെ തോന്നുത്ര അവർക്ക്. അപ്പോൾ പിന്നെ അതുമല്ല നമുക്ക് കറിക്കൊരു തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആലോചിച്ചത് അകത്ത് പുളിങ്ങല്ലല്ലോ എന്ന്. പുളി ഞങ്ങൾക്ക് ഇവിടെ പറമ്പിൽ ഉണ്ട്, പുളിയും മാങ്ങയും ഒന്നിനും അൽഹംദുലില്ലാ ഒരു കുറവൊന്നുമില്ല. പറമ്പിൽ തന്നെ ഉള്ള കാരണം കൊണ്ട് അത് കുറച്ച് ഇന്നലെ വീണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പെറുക്കി തൊണ്ട് കളഞ്ഞിട്ട് ഞാൻ ഉണക്കാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാർപ്പിൻ്റെ മുകളിൽ. അതിൽ നിന്ന് 2 എടുത്തോടുന്നു. പിന്നെ എനിക്ക് അധികം പുളി ഇഷ്ടമല്ല കറിയിൽ, അങ്ങനെ നന്നായി പുളിയുള്ളതൊന്നും എനിക്കിഷ്ടമല്ല. അധികം എരിവ് അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ഞാൻ ആ ഒരു ഇതിനാണ് കറി വെക്കുക. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ തേങ്ങാപ്പാലും പിന്നെ തക്കാളി ജ്യൂസ് അടിച്ചിട്ടൊക്കെ ഒഴിക്കുന്ന കാരണം കൊണ്ട് കറിക്ക് നല്ല തിക്കും കിട്ടും. പിന്നെ മുളക് പൊടിക്ക് ഇപ്രാവശ്യം മേടിച്ച മുളക് പൊടി നല്ല കളറുണ്ട്. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല എന്താ പറയുക, നല്ല ചുവപ്പ് കളറായിട്ടാണ് കറി ഇരിക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ മീൻ നന്നാക്കിയത്. കറി അവിടെ തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ മീൻ നന്നാക്കലും കഴുകലൊക്കെ കഴിയും കേട്ടോ. 2 കൂടി ഒരുമിച്ച് തന്നെയാണ് ചെയ്യാറ്. ഇത് അത്യാവശ്യം വലിയ മീനായ കാരണം കൊണ്ട് 2 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും രാവിലെ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലേക്ക് കഴിക്കുകയും ചെയ്യാം. ഇന്നിപ്പോൾ ഈ മീൻ കറി മാത്രമേ ഉണ്ടാക്കണുള്ളൂ, മീൻ പൊരിക്കുന്നില്ല. പിന്നെ 2 ഉരുളൻകിഴങ്ങ് ഇരിക്കുന്നുണ്ട്, അതായിട്ട് ഉപ്പേരി പോലെ മെഴുക്ക് പുരട്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. കാരണം മോൾക്ക് മീൻ ഇഷ്ടമല്ല. അവൾ ഒരു മീനും അങ്ങനെ കഴിക്കില്ല. ഒരു മീനും കഴിക്കില്ല, ചെമ്മീൻ കഴിക്കും. പിന്നെ വേറെ ഒരു എന്താ പറയുക, നമ്മുടെ മുള്ളനുണ്ടല്ലോ, വലിയ മുള്ളൻ, CD മുള്ളൻ എന്നൊക്കെയാണ് ഇവിടെ പറയുക, അതും കഴിക്കും അവൾ. അപ്പോൾ അത് മേടിക്കാൻ കിട്ടുന്ന സമയത്ത് മീൻകാർ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ മിക്കതും അതന്നെ മേടിക്കാറ്. അവൾ ആ ഒരു മീനല്ലേ കഴിക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി വരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.